5 മാസം നീണ്ട ഭാരത് ജോഡോ യാത്രയ്ക്ക് നാളെ സമാപനമാണ്. ഇന്ന് അല്പസമയത്തിനകം യാത്ര സമാപിക്കും. നാളെയാണ് സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ ജമ്മു കാശ്മീരിലെ PCC ഓഫീസിൽ രാഹുൽ ഗാന്ധി പതാക ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസിന് പുതിയ ഒരു ഉണർവായിരുന്നു ഭാരത് ജോഡോ യാത്ര. കിലോമീറ്ററുകൾ രാഹുൽ ഗാന്ധി സഞ്ചരിച്ചു. ഒരു ഘട്ടത്തിൽ തുടക്കത്തിലൊക്കെ BJPയുടെ ഒക്കെ ആക്ഷേപം രാഹുൽ ഗാന്ധി ഈ പദയാത്ര പൂർത്തിയാക്കുമെന്നതായിരുന്നു. പക്ഷേ വിജയകരമായി തന്നെ വലിയ ജനപങ്കാളിത്തത്തോടെ വലിയ ജനസ്വാധീനത്തോടെ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമായ ജമ്മു കാശ്മീരിലാണ് ഇപ്പോൾ പദയാത്ര സമാപിക്കുന്നത്. നാളെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. പക്ഷേ ചില പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിൽക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. MG മിഥുനോടൊപ്പം ചേരും. മിഥുൻ, കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഉണർവായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു മുഖം നമ്മൾ കണ്ടു. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇനി പിടിച്ചാൽ കിട്ടാത്ത രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രതീക്ഷ ഈ യാത്ര തീരുമ്പോൾ എന്താണ്? തീർച്ചയായും രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാല ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു യാത്രയ്ക്കായിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളായി. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 135 ദിവസങ്ങളാണ് ഈ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ കാശ്മീരിൽ എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ യാത്രയ്ക്ക് പരിസമാപ്തി കുറിക്കുകയും ചെയ്യാം. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി പതാക ഉയർത്തുന്നതോടുകൂടി ഈ 135 ദിവസം നീണ്ടുനിന്ന യാത്രയ്ക്ക് പരിസമാപ്തിയാവുകയും ചെയ്യും. നാളെയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയും ചെയ്തത്. സ്വാഭാവികമായി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട ക്ഷണിക്കുകയുണ്ടായിരുന്നു. 24 പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കണ്ട ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കണം, ഒപ്പം തന്നെ പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കുന്നതിന് കൂട്ടുനിൽക്കണമെന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതിൽ വിയോജനം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 13 പ്രതിപക്ഷ പാർട്ടികൾ മാത്രമാണ് ഇതിൻ്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കാശ്മീരിലെ ഷേർ അൽ കശ്മീർ സ്റ്റേഡിയത്തിലാണ് നാളെ ഈ ഒരു സമാപന ചടങ്ങുകൾ നടക്കുക. ഉച്ചയ്ക്ക് ഈ PCC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമാപന സമ്മേളനത്തിന് തുടക്കമാവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം രജി സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ഉണർവ് തന്നെയായിരുന്നു ഈ ഒരു കാലയളവിൽ. ഈ 135 ദിവസം നീണ്ടുനിന്ന യാത്രയിലൂടെ കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്തത്. അതായത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ BJP വലിയ വിവാദങ്ങൾ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ആദ്യം ടീഷർട്ടുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ ഗാന്ധി ധരിച്ചിരുന്ന ടീഷർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം BJP ഉയർത്തിയിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പിന്നീട് BJPക്ക് തന്നെ തിരിച്ചടിയാവുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. ആദ്യ തുടക്കം മുതൽ BJP ഉയർത്തിയിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ യാത്ര പൂർണ്ണ രീതിയിലേക്ക് അവസാനിക്കില്ല, അല്ലെങ്കിൽ പകുതി വെച്ച് ഈ യാത്രയിൽ നിന്ന് പിന്തിരിഞ്ഞ് കോൺഗ്രസിന് പോകേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള വിമർശനങ്ങളൊക്കെ 23 പ്രതിപക്ഷ പാർട്ടികളെയാണ് ഇതിന് യാത്രയുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചത്. പക്ഷേ 13 പാർട്ടികൾ മാത്രം പങ്കെടുക്കുന്നു. നമുക്കറിയാം വരുന്ന തെരഞ്ഞെടുപ്പൊക്കെ 2024 വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഈ പ്രതിപക്ഷ ഐക്യം എന്ന കോൺഗ്രസിന്റെ വലിയൊരു പ്രതീക്ഷയ്ക്ക് ഈ പങ്കാളിത്തമില്ലായ്മ ചെറിയ തോതിലെങ്കിലും തിരിച്ചടിയാവുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, അതായത് നമുക്കറിയാം നേരത്തെ ഈ പ്രതിപക്ഷ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ പോലും തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി വീണ്ടും ഈ ഒരു പ്രതിപക്ഷ ഐക്യനിരയിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് നമുക്കറിയാം തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു വലിയൊരു റാലി, അതായത് അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് പുതിയ പേര് നടത്തിയതിനു ശേഷം വലിയൊരു ജനമുന്നേറ്റം നടത്താൻ അവിടെ ശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെയൊക്കെ തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു അവിടെയൊക്കെ കാണാൻ സാധിച്ചത്. അത്തരത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു വിമർശനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മറുപടി തന്നെയായിരുന്നു കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ഈ 135 ദിവസത്തിൽ നീണ്ടുനിന്ന യാത്രയിൽ രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തി, അതായത് അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറി എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പക്വതയാർന്ന നിലപാടുകൾ പല കാരണങ്ങളിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് യാത്രയിലുടനീളം അദ്ദേഹം മറ്റൊരു, അതായത് കടുത്ത തണുപ്പിനെയും വകവയ്ക്കാതെ അദ്ദേഹം ഈ യാത്രയിലുടനീളം നടന്നു നീങ്ങുന്നതാണ് കണ്ടത്. അതായത് മറ്റൊരു ജാക്കറ്റോ ഒന്നും ഉപയോഗിക്കാതെ ഒരു വെറും ടീഷർട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അതിലൂടെ തന്നെ ഒരു രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് കാശ്മീരിലേക്ക് എത്തിയപ്പോൾ കൊടും ശൈത്യത്തിലും അദ്ദേഹം ഒരു റെയിൻകോട്ട് മാത്രം ധരിച്ചുകൊണ്ടായിരുന്നു കാശ്മീരിലേക്ക് ഈ യാത്ര പ്രവേശിപ്പിച്ചിട്ടുണ്ടായത്. കൂടാതെ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വീഴ്ച
സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മറുപടി നൽകാൻ സാധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ യാത്ര ഒരു ഘട്ടത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായ പ്രതികൂല സാഹചര്യങ്ങൾക്കൊടുവിൽ ഭാരത് ജോഡോ യാത്ര അതിന്റെ ക്ലൈമാക്സിലേക്കാണ്. ഏതായാലും CPM-ഉം തൃണമൂലും സമാപന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോഴും കോൺഗ്രസിന് വലിയ ഉണർവാകുന്നു. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ മറ്റൊരു മുഖം ഇന്ത്യ കാണുന്നു എന്നുള്ളതാണ് ഈ ഭാരത് ജോഡോ യാത്ര സമാപിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭാരത് ജോഡോ യാത്രയുടെ സമാപനം നാളെയാണ്. ഇപ്പോൾ ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ രാഹുൽ ഗാന്ധി അല്പം മുമ്പ് പതാക ഉയർത്തി എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പതാക ഉയർത്തൽ ചടങ്ങ് അവസാനിച്ച് രാഹുൽ ഗാന്ധി മടങ്ങിപ്പോവുകയാണ്. വലിയ ജനസാന്നിധ്യമുണ്ട്, കോൺഗ്രസ് അണികളുടെ വലിയ സാന്നിധ്യമുണ്ട്. കാരണം നമുക്കറിയാം ജമ്മു കാശ്മീരൊക്കെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ്. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഗുലാം നബി ആസാദിനൊപ്പം പോയ നേതാക്കൾ പോലും പാർട്ടിയിലേക്ക് തിരികെ വന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഏതായാലും രാഹുൽ ഗാന്ധി അവിടെ അല്പസമയം മുമ്പാണ് പതാക ഉയർത്തിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണത് ആലപ്പുഴയിലേക്കാണ്. ഷാനവാസ് വിഷയത്തിൽ നേതൃത്വമറിയാതെ രഹസ്യയോഗം ചേർന്ന് ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ മിനിറ്റ്സിന്റെ പകർപ്പ് ജില്ലാ നേതൃത്വം പരിശോധിച്ചു. ജി സുധാകരനും ആർ നാസറും PP ചിത്തരഞ്ജനും ഷാനവാസിനുമെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പരാമർശം മിനിറ്റ്സിൽ ഇല്ല. സംഘടനാ നടപടി നേരിട്ട വ്യക്തിയുടെ പരാതി ഏരിയ കമ്മിറ്റി കൂടി ചർച്ച ചെയ്യുന്നത് സംഘടനാ രീതിയല്ല. ഇതിനെ മറികടന്നാണ് ഏരിയ കമ്മിറ്റിയുടെ നീക്കമെന്നും വിലയിരുത്തലുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരും. ശരണ്യ, ഈ ലഹരി ആലപ്പുഴ രാഷ്ട്രീയത്തിൽ വലിയ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം അവിടുത്തെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തോതിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. PP ചിത്തരഞ്ജനെതിരെ ഒപ്പം നാസറിനെതിരെ ഒക്കെ വലിയ തോതിലുള്ള പടയൊരുക്കങ്ങൾ നടക്കുന്നു. എന്താണ് ശരിക്കും ആലപ്പുഴയിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, ആലപ്പുഴയിലെ CPM രാഷ്ട്രീയം ഇപ്പോൾ ഇളകി മറിയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരിക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തന്നെയാണ്. അതായത് CPM-ന്റെ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തൽ. അതായത് അങ്ങനെ ഒരു യോഗം ചേരുന്നത് ജില്ലാ നേതൃത്വം അറിഞ്ഞിട്ടില്ല. മാത്രമല്ല ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി PBക്ക് പരാതി നൽകി എന്ന്. അതായത് ഷാനവാസ് വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ, സജി ചെറിയാൻ, PP ചിത്തരഞ്ജൻ എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി, രഹസ്യയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി PBക്ക് പരാതി നൽകി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പുറത്തേക്ക് വിട്ടിരുന്നു. അത് മാധ്യമങ്ങളടക്കം വലിയ വാർത്തയാവുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടുള്ള വിവരം അടക്കമുള്ള കാര്യങ്ങൾ ഏരിയ കമ്മിറ്റിയുടെ മിനിറ്റ്സിലില്ല എന്നുള്ളത് നേതൃത്വം ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് 26-നാണ് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു കമ്മിറ്റി ആലപ്പുഴയിൽ നോർത്ത് ഏരിയ കമ്മിറ്റി ചേരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാനവാസ് സംഘടനാ നടപടി നേരിട്ട് പുറത്തു നിൽക്കുന്ന ഒരാളാണ്. ഷാനവാസിന്റെ ലഹരിക്കടത്ത് പോലെയുള്ള ഒരു വിഷയത്തിൽ അന്വേഷിക്കുന്നതിനായി ഒരു കമ്മീഷൻ ആലപ്പുഴയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മീഷൻ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ഷാനവാസ് ഒരു പരാതി നൽകിയാൽ പോലും അത് സംഘടനാപരമായി അത് ഏരിയ കമ്മിറ്റിക്ക് ചർച്ച ചെയ്യാനായി കഴിയില്ല. മറിച്ച് ആ കമ്മിറ്റി അത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷന്റെ ഭാഗമായി ആ കത്ത് കമ്മീഷന് കൈമാറുക മാത്രമാണ് ചെയ്യേണ്ടതായി ഉള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായി അത്തരം ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അത് സംഘടനാപരമായി തെറ്റാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആരും ഇത്തരം ഒരു കമ്മിറ്റി കൂടിയതോ അല്ലെങ്കിൽ PBക്ക് പരാതി നൽകാനായി തീരുമാനിച്ചിട്ടുണ്ടെന്നോ അടക്കമുള്ള ഒരു കാര്യങ്ങളും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ജില്ലാ നേതൃത്വം അറിയാതെയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി അവിടെ ഷാനവാസിന്റെ തന്നെ ഏരിയ കമ്മിറ്റിയായ നോർത്ത് ഏരിയ കമ്മിറ്റി കൂടി എടുത്തത് എന്നുള്ളതാണ്. പക്ഷേ വ്യാപകമായി നേതാക്കന്മാർക്കെതിരെ പരാതി നൽകി എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ ആണ് സെക്രട്ടേറിയറ്റ് കൂടി അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിനിറ്റ്സ് പരിശോധിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒപ്പം ശരണ്യ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ വിശദീകരണമാണ്. കാരണം ഈ ഷാനവാസിന്റെ എതിരെയുള്ള അന്വേഷണം പൂർത്തിയായിട്ടില്ല, ക്ലീൻ ചിറ്റില്ല എന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? വളരെ പെട്ടെന്ന്. അതും അത്തരത്തിൽ ഒരു കാര്യം, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്നും ഷാനവാസിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു എന്നുള്ള വാർത്തകൾ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തിൽ നിന്നും മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. അത് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന്. പക്ഷേ അതിനെ പൂർണ്ണമായും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തള്ളിയിരിക്കുകയാണ്. തനിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഷാനവാസിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ നടന്നിരുന്നു. അതായത് ലഹരി മാഫിയയുമായും ഒപ്പം തന്നെ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ഇജാസ്, അതായത് കരുനാഗപ്പള്ളിയിൽ പിടിയിലായ ഇജാസ് ഷാനവാസിന്റെ ബിനാമിയാണെന്നുമായിരുന്നു സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അടിസ്ഥാനമാക്കിയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് അവർ നൽകുന്ന റിപ്പോർട്ട്. പക്ഷേ എന്നാൽ ആ
ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. വടക്കൻ പരവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ ആൾ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുകയാണ് ബന്ധുക്കൾ പോലീസിൽ എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയം വലിയ ചർച്ചയായിരിക്കുന്നു. ഭക്ഷ്യവിഷബാധ എന്നുള്ളത് സംസ്ഥാനത്തുടനീളം വലിയ തോതിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി മാറുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണം എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇത് ഭക്ഷ്യവിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. 16-ാം തീയതിയാണ് അദ്ദേഹവും കുടുംബവും, മരിച്ച ജോർജും കുടുംബവും കുഴിമന്തി കഴിച്ചത്. അതിനുശേഷം അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് മാറി 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഇന്നലെ വീണ്ടും അവശത അനുഭവപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് മരണം സംഭവിച്ചത്. ഏതായാലും ഭക്ഷ്യവിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. എങ്കിലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും വീട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. എന്താണ് മരണകാരണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വീട്ടുകാരും പറയുന്നത്. ഏതായാലും ഇപ്പോൾ ജോർജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വാർത്താ ബുള്ളറ്റിൻ ന്യൂസ് റൂം ലൈവ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.